കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയെയും സിനിമാ താരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെയും ബന്ധപ്പെടുത്തി CPM സൃഷ്ടിച്ചെടുക്കുന്ന വിവാദം 8 നിലയിൽ പൊട്ടിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നാവശ്യപ്പെട്ട് ഏതോ ഒരു ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ വിളിച്ചുവെന്നും ആവശ്യം നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വേണ്ടയെന്ന് ചോദിച്ചതായും കലാമണ്ഡലം ഗോപിയുടെ മകൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതാണ് വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഇങ്ങനെ ഒരു പത്മഭൂഷൺ തനിക്ക് വേണ്ടെന്നും ഗോപിയാശാൻ പറഞ്ഞു അത്രേ. എന്നാൽ തനിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ ബന്ധപ്പെടാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയതോടെ സംഭവം പൊളിഞ്ഞു. എന്നിട്ടും ഇത് കണക്കിലെടുക്കാതെ ആ ഗോപിയല്ല ഈ ഗോപി എന്ന രീതിയിൽ വ്യാപകമായി പ്രചരണം നടന്നു. ഗോപിയാശാന്റെ CPM-കാരനായ മകൻ നടത്തിയ നുണപ്രചരണമാണിതെന്ന് അധികം വൈകാതെ തെളിഞ്ഞു. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് ചെയ്തത്. തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ജനപിന്തുണയാണ് ഇങ്ങനെ ഒരു തരംതാണ തന്ത്രം പ്രയോഗിക്കാൻ CPM-നെയും ഇടതുപക്ഷത്തെയും പ്രേരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ സുരേഷ് ഗോപിയുടെ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു ഇതിന് പിന്നിൽ. വിവാദമായ സമൂഹ മാധ്യമ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നിട്ടും പാർട്ടി വൃത്തങ്ങൾ അതുപയോഗിച്ച് കുപ്രചരണം തുടർന്നതും ഈ ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. സംഭവത്തിൽ വിശദീകരണവുമായി ഗോപിയാശാൻ തന്നെ രംഗത്ത് വന്നതോടെ കമ്മികൾക്ക് പിന്നെ രക്ഷയില്ലാതായി. സുരേഷ് ഗോപിയുമായി തനിക്ക് ഏറെക്കാലത്തെ ആത്മബന്ധമാണുള്ളതെന്നും താരത്തിന് തന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ഗോപിയാശാൻ വ്യക്തമാക്കിയതോടെ ചുവപ്പൻ ഗീബൽസുമാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീണിരിക്കുകയാണ്. തന്റെ പേര് പത്മഭൂഷണ് വേണ്ടി പരിഗണിക്കുന്ന കാര്യം സുരേഷ് ഗോപിയോട് താൻ തന്നെയാണ് ഒരിക്കൽ പറഞ്ഞതെന്നും അപ്പോൾ ഇക്കാര്യത്തിൽ തനിക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നാണ് താരം പറഞ്ഞതെന്നും ഗോപിയാശാൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ എത്ര നീചമായ പ്രചാരവേല ചെയ്യാനും സാംസ്കാരിക രംഗത്തെ സഖാക്കൾക്ക് മടിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. പ്രമുഖ നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയിട്ടുള്ള പ്രതികരണവും ഇപ്പോൾ രാഷ്ട്രീയമായി മുതലെടുക്കുകയാണ് CPM-കാർ. സത്യഭാമ യൂട്യൂബ് ചാനലിന് നൽകിയ ഇന്റർവ്യൂ വിവാദമായിട്ടും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം. ഇതിനു മുൻപ് സത്യഭാമ പലതവണ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ സത്യഭാമ അറിയപ്പെടുന്ന CPM-കാരിയാണ്. പാർട്ടി വേദികളിലെ പതിവുകാരിയുമാണ്. ചില പരിപാടികളിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് പകരക്കാരിയായും ഇവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പ്രത്യുപകാരമായി പിണറായി സർക്കാർ കേരള കലാമണ്ഡലത്തിന്റെ ഭരണസമിതിയിൽ സത്യഭാമയെ അംഗമാക്കുകയും ചെയ്തു. നൃത്തരംഗത്ത് യോഗ്യതയും അധിക യോഗ്യതയുമുള്ള ആളാണ് RLV രാമകൃഷ്ണൻ. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ തന്റെ പ്രാവീണ്യം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ കലാകാരനെ നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ പരിഹസിക്കാൻ സത്യഭാമ കാണിച്ച ധൈര്യം CPM-ൽ നിന്നും ലഭിച്ചതായിരിക്കാമെന്ന് കരുതുന്നവരെയും തെറ്റു പറയാനാകില്ല.